Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Classification of Company on the Basis of Control from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. On the basis of control, companies may be holding company and subsidiary company. We have seen that on the basis of control, a company can be classified into holding company and subsidiary company. Here, let us discuss holding company. Under section 2, subsection 46 of the Companies Act 2013, a company is known as the holding company of another company if it has administrative control over another company. Such control may be regarding the affairs of the company. കമ്പനികാര്യ നിയമം 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 46 പ്രകാരം ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മേൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അഥവാ ഭരണപരമായ നിയന്ത്രണം ഉണ്ടെങ്കിൽ അത്തരമൊരു കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കുന്നു. ഈ കൺട്രോൾ അഥവാ ഈ നിയന്ത്രണം എന്ന് പറയുന്നത് കമ്പനിയുടെ അഫയേഴ്സിൻ്റെ മേലാണ്. കമ്പനിയുടെ അഫയേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് പരമായ ആവശ്യങ്ങളും അതേപോലെ തന്നെ നയപരമായ തീരുമാനങ്ങളും ഒക്കെ അടങ്ങുന്ന കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിയന്ത്രണമുള്ള ഒരു കമ്പനിയെ നമുക്ക് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാം. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ അഫയേഴ്സിൻ്റെ മേൽ കൺട്രോൾ നിയന്ത്രണമുണ്ടെങ്കിൽ അത്തരം കമ്പനികളെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. Second classification of company on the basis of control is subsidiary company. Under section 2, subsection 87 of the Companies Act 2013, a company is known as a subsidiary company of another company when control is exercised by the other company over the subsidiary company. കമ്പനികാര്യ നിയമം 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 87 പ്രകാരം അതർ കമ്പനി അഥവാ മറ്റൊരു കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. എ കമ്പനി ഈസ് ഡീംഡ് ടു ബി എ സബ്സിഡിയറി കമ്പനി ഓഫ് അനദർ if the other company exercises or controls more than 50% of the total voting power, that is, where the holders of preference shares have the same voting rights as the equity shareholder. ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ആ വിശേഷണം ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് അവിടെയുണ്ട്. അതായത് ഇപ്പം നമ്മുടെ കമ്പനിയുടെ വോട്ടിംഗ് പവറിൻ്റെ 50%, 50% മറ്റൊരു കമ്പനിയുടെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കമ്പനി ആ മറ്റൊരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ആയിരിക്കും. ഇവിടെ പറയാം, നമ്മുടെ കമ്പനിയുടെ വോട്ടിംഗ് പവറിൻ്റെ 50% കൈയടക്കി വച്ചിരിക്കുന്നത് മറ്റൊരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, വേർ ദ ഹോൾഡേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഹാവ് ദ സെയിം വോട്ടിംഗ് റൈറ്റ്സ് ആസ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതേ വോട്ടിംഗ് പവർ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്, സാധാരണ ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വോട്ടിംഗ് പവറിൻ്റെ അത്ര തന്നെ വോട്ടിംഗ് പവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് ഈ അങ്ങനെ വരുമ്പോൾ ഈ കമ്പനി മറ്റൊരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി എന്ന് പറയാൻ സാധിക്കും. പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ലഭിക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതം ലഭിക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യം ഡിവിഡൻഡ് ലഭിക്കുന്നത്, പിന്നീട് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുകയുള്ളൂ. ഒരു പ്രയോറിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. അതേപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ, അടച്ചുപൂട്ടുന്ന സമയത്താണെങ്കിൽ പോലും
പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം മാത്രമേ ബാക്കി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള വോട്ടിംഗ് റൈറ്റിൻ്റെ അതേ വോട്ടിംഗ് പവർ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തുല്യമായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയിൽ ആ കമ്പനി മറ്റൊരു കമ്പനിയുടെ സബ്സിഡറി കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ഇസ് 50% ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹെൽഡ്. അപ്പം നമ്മുടെ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 50% പകുതിയും ഹോൾഡ് ചെയ്യുന്നത് മറ്റൊരു കമ്പനിയായിരിക്കും. ഈ അവസരത്തിലും നമ്മുടെ കമ്പനി ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ വഴി സമാഹരിച്ച ആ മൂലധനത്തിൻ്റെ പകുതിയും കൈയടക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയാൻ സാധിക്കും. തേർഡ് കണ്ടീഷൻ, പൊസസസ് പവർ റിഗാർഡിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മുടെ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ബോർഡിനെ നിയമിക്കാനുള്ള അധികാരം ഉള്ളതും അല്ലെങ്കിൽ അധികാരം കൈവശമുള്ളത് മറ്റൊരു കമ്പനിക്കാണെങ്കിൽ ആ മറ്റൊരു കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയെ മറ്റൊരു കമ്പനിയുടെ സബ്സിഡറി കമ്പനി എന്ന് അനുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ സങ്കല്പിക്കാനായിട്ട് സാധിക്കും. എ കമ്പനി ഈസ് ഡീംഡ് ടു ബി എ സബ്സിഡറി കമ്പനി ഓഫ് അനദർ if it is a subsidiary of a company which is a subsidiary of the controlling company. ഒരു കൺട്രോളിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു കമ്പനിയുടെ കീഴിൽ വരുന്ന കമ്പനിയെ നമുക്ക് സബ്സിഡറി കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ചത് മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പറയുന്നത് ഒരു കൺട്രോളിംഗ് കമ്പനിയുടെ കീഴിൽ വരുന്ന ഒരു കമ്പനിയുടെ, അതൊരു സബ്സിഡറി കമ്പനിയാണ് ഓൾറെഡി, ആ സബ്സിഡറി കമ്പനിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെ നമുക്ക് സബ്സിഡറി കമ്പനി എന്ന് പറയാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. The holding power also includes another kind of company known as associate company, which is now being explained with respect to the above mentioned holding and subsidiary company. ഇനി ഹോൾഡിംഗ് പവർ എന്ന് പറയുന്നത്, അതായത് ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ഹോൾഡിംഗ് പവർ ഉണ്ട്, സബ്സിഡറി കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നൊരു പവറുണ്ട്. ആ പവറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയെ കൂടി നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പേരാണ് അസോസിയേറ്റ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി എന്താണെന്ന് വിശദീകരിക്കുന്നതിൻ്റെ അതേ മാതൃകയിൽ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന മറ്റൊരു കമ്പനിയുടെ പേരാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. സോ ലെറ്റ് us discuss about associate company. These companies as defined under section 2 subsection 6 of the Companies Act 2013 are the one in which the other company has significant influence, but these companies are not the subsidiaries of such influencing companies known as the associate company. The joint venture companies are such associate companies. കമ്പനികാര്യ നിയമം 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 6 പറയുന്നത് പ്രകാരം മറ്റൊരു കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, മറിച്ച് മറ്റൊരു കമ്പനിയുടെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള അല്ലെങ്കിൽ വളരെ വലിയ തോതിലുള്ള സ്വാധീനം ഉള്ള ഒരു കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോൾ മറ്റൊരു കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്ന കമ്പനിയാണ് സബ്സിഡറി കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് വെച്ചാൽ മറ്റൊരു കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, എന്നാൽ ആ മറ്റൊരു കമ്പനിയുടെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ്, വളരെ വലിയ തോതിലുള്ള സ്വാധീനം ഉള്ള ഒരു കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്.
ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംരംഭം ഒരുമിച്ച് രണ്ട് കമ്പനികൾ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ് ഒക്കെ ഈ അസോസിയേറ്റ് കമ്പനീസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ് രണ്ട് കമ്പനി ഒരു പ്രോജക്റ്റിന് വേണ്ടി സഹകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ സബ്സിഡറി കമ്പനിയല്ല, മറിച്ച് അസോസിയേറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. കാരണം ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ്, വലിയ സ്വാധീനം ഉണ്ടായിരിക്കും. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മേൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കും, പക്ഷേ നിയന്ത്രണം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആ സ്വാധീനം വലിയ തോതിൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ അസോസിയേറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു കമ്പനി ടാറ്റ കമ്പനിയായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടാറ്റ കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ മേൽ ഒരു വലിയ സ്വാധീനം ഉണ്ടായിരിക്കും എന്ന് കരുതി നമ്മുടെ കമ്പനി ആ ടാറ്റ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയല്ല, മറിച്ച് നമ്മൾ പറയുന്നത് അസോസിയേറ്റ് കമ്പനി എന്നാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ യു. ഡിഫൈൻ ഹോൾഡിംഗ് കമ്പനി. Second question, what is a subsidiary company? And final question, what is an associate company? I hope all of you have understood the topic classification of company on the basis of control quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.